നമ്മോടൊപ്പമുള്ളത്. നമ്മുടെ നേർപ്പദം വാരികയിലൂടെയും മറ്റുമെല്ലാം എഴുത്ത് രംഗത്ത് കൂടുതൽ നമ്മൾ കേട്ട് പരിചയമുള്ള മാന്യ വ്യക്തിത്വം ഉസ്മാൻ പാലക്കാഴിയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. പല ആളുകൾക്കും അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട്. എഴുത്തുകളിലൂടെയും പല ആളുകളും അത്തരത്തിൽ പരിചയമുള്ള വ്യക്തിത്വമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ സമകാലികത്തിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഒരു പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഉസ്മാൻക്ക, എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ? കുറച്ച് കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് ഇതുപോലെ ഒരു അവസരം സംസാരിക്കാൻ കിട്ടിയിരുന്നു. അൽഹംദുലില്ലാ. പിന്നെ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് നേരിട്ട് ഇവിടെ അടുത്താണല്ലോ അല്ലേ? നമസ്കാരം കഴിഞ്ഞ ഉടനെ പോകുന്നതാണ്. ഒരു 20 കിലോമീറ്റർ അപ്പുറം, 22 കിലോമീറ്റർ വീട്ടിലേക്ക് ദൂരം. ഇന്നലെ രാത്രി ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴും അദ്ദേഹം നേർപ്പദത്തിൻ്റെ വർക്കിലാണ്. മിക്കവാറും ഇന്ന് സുബഹ് വരെ അതിൻ്റെ ഒരു വർക്ക് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇന്നലെ ഒരു 2 മണി വരെ ഇരുന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ സുബഹിക്ക് വീണ്ടും നീച്ച് പോരേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ഒരു കുടുംബ സാഹചര്യവും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് പരിചയപ്പെടാം അല്ലേ? പിന്നെ പാലക്കാഴി എന്നത് പല ആളുകളും പിന്നെ വീട്ടുപേര എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പാലക്കാഴി എന്നുള്ള സ്ഥലപ്പേരാണെന്ന് പല ആളുകൾക്കും അറിയില്ല. വീട്ടുപേരല്ല, വീട്ടുപേര് തേവർക്കളത്തിൽ എന്നാണ്. TK എന്നാണ് ഇനീഷ്യൽ. മറ്റത് സ്ഥലപ്പേരാണ്. ഞാൻ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ പേരാണ് പാലക്കാഴി എന്നുള്ളത്. അത് അലനല്ലൂർ പഞ്ചായത്തിലെ, മണ്ണാർക്കാട് താലൂക്കിലെ അലനല്ലൂർ പഞ്ചായത്തിലെ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ബ്ലോക്കിലെ അലനല്ലൂർ പഞ്ചായത്തിലെ ഒരു വാർഡ്, അതിലൊരു ചെറിയ പ്രദേശമാണ് പാലക്കാഴി എന്നുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെ തുടക്കം. ഇപ്പോഴും പിന്നെ കുടുംബസമേതം ജീവിക്കുന്ന അവിടെ തന്നെയാണ്. ഭാര്യ, 4 മക്കൾ. മൂത്തവൻ നമ്മുടെ വിസ്റ്റം ഗൈഡിൻ്റെയും ഒക്കെ വിസ്റ്റം ബുക്സിൻ്റെയൊക്കെ ചാർജിൽ കോഴിക്കോട് ഓഫീസ് തന്നെ വർക്ക് ചെയ്യുന്നു. എന്താ ആളെ പേര്? മുഫീദ്. പിന്നെ 3 പെൺകുട്ടികളുണ്ട്. എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മക്കളുണ്ട്. എല്ലാവർക്കും കുട്ടികളുമായി അങ്ങനെ പോകുന്നു. ഈ TK നിഷാദ് സലഫിയും TK ആണല്ലോ നിങ്ങൾ? ഒരേ TK അഷ്റഫ് ഒക്കെ എല്ലാം വേറെ വേറെയാണ്. TK അഷ്റഫ് തോലക്കാട്ടിലാണ്, തേവർക്കളത്തിലാണ്. വേറെ വേറെ കുടുംബങ്ങളാണല്ലേ? TK എന്ന് കുറെ TK ഉണ്ട്. അതും ഒക്കെ പാലക്കാഴിയിൽ നിന്നാണ്. TK ആണ്. ഒരു വലിയൊരു മഹലാണത്. നമ്മുടെ സമ്മേളനത്തിലൊക്കെ പണ്ട് കാലത്ത് 50 ബസ്സുകൾ ഒക്കെ അവിടുന്ന് വരാറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. 50 അലനല്ലൂർ പിന്നെ പഞ്ചായത്ത് മണ്ഡലം 25-26 പരം മുജാഹിദ് പള്ളികൾ ഒന്നിച്ചുള്ള ഒരു പ്രദേശം കേരളത്തിൽ വരേണ്ടുന്ന സംശയമാണ്. ഒരു അത്രയും അതിൻ്റെ ഇടയിൽ ഒരു പള്ളിയും വേറെ ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്ത് അതിൻ്റെ ഇടയിൽ ചില ആളുകൾ വന്നു എന്നല്ലാതെ പൊതുവെ 26ഓളം മഹല്ലുകൾ ഒന്നിച്ച് തൊട്ടായിട്ട് മുജാഹിദ് മഹല്ലുകളുള്ള പ്രദേശമാണ്. ഒരു ഖുർആൻ സ്ഥാപനം കൂടി അവിടെ ഉണ്ട്, ദാറുൽ ഖുർആൻ. പക്ഷേ അത് വലിയൊരു ഭാഗ്യമാണ്. അഥവാ മുഹീദുകളായ ധാരാളം ആളുകൾ, തൗഹീദുള്ള ആളുകളുടെ കൂടെയൊക്കെ താമസിക്കുന്ന. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ അടിമാലി അവിടെയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താ വെച്ചാൽ എല്ലാ ആളുകളുടെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുമ്പോൾ അവർ തന്നെ ഇങ്ങനെ ഇടയ്ക്കൊരു പ്രയാസം പറയാറുണ്ട്, ഇവരുടെ ഇടയിൽ ഇങ്ങനെ താമസിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയൊക്കെ താമസിച്ച് ഇവിടേക്ക് വരുമ്പോൾ അത് വല്ലാത്തൊരു തൗഫീഖായിട്ടൊക്കെ അവർ. നമുക്ക് മറ്റു പ്രസ്ഥാനങ്ങളെ പഠിച്ചറിഞ്ഞിട്ട് വേണം. മുജാഹിദ് അല്ലാത്ത പ്രസ്ഥാനങ്ങളെ, സമസ്ത, മറ്റവരെയൊക്കെ പഠിച്ചറിഞ്ഞതാണ്. അല്ലാതെ നമുക്ക് ജന്മന വാപ്പകാരന്മാർ മുതൽക്കേ എന്താണ് പറപ്പുറ മുസ്ലിയാർ പ്രബോധനം തുടക്കം കുറിച്ചത് പാലക്കാട് പൂക്കാട്ടുചേരി ഭാഗത്താണ്. അപ്പം അത്ര ഏറ്റവും പഴക്കമുള്ള ഒരു മഹലാണ് പാലക്കാട് മഹൽ. അവിടുത്തെ പള്ളിക്ക് ഏതാണ്ട് 100 നൂറ്റാണ്ടോളം പഴക്കം ഉണ്ടാവും. തുടക്കത്തിലുള്ള പള്ളിയാണ്.
അതുകൊണ്ട് നമുക്ക് മറ്റു പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊന്നും എന്തില്ല, അറിവില്ല. മറ്റാനാചാരങ്ങൾ വിധേയത്വ നിവേദനം അറിയാതെ ഒരു ഇതിലേക്ക് എത്തിപ്പെടേണ്ട ഒരു വിഷയം വന്നിട്ടില്ല. പക്ഷെ അപ്പോൾ മലയാളത്തിലൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു ഭാഷാ പ്രയോഗത്തിലോ അല്ലെങ്കിൽ ഒരു വാക്കിലോ ഒരു ശൈലിയിലോ ഒക്കെ ഒരു സംശയം വന്നാൽ ഞാൻ രണ്ടാളുകൾക്കാണ് മെസ്സേജ് അയച്ച് ചോദിക്കുക. ഒന്ന് ഇദ്ദേഹമാണ്, ഉസ്മാൻ പാലക്കാഴിയാണ്, ഒന്ന് നമ്മുടെ പ്രിംറോസാണ്. രണ്ടാളും നേർപഥത്തിൻ്റെ അണിയറയിലുള്ള മികച്ച പ്രവർത്തകരാണ്. അവർ പെട്ടെന്ന് തന്നെ അവർ മെസ്സേജ് കണ്ട ഉടനെ തന്നെ അതിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ ഈ ഒരു രംഗത്ത്, ഒരു പ്രസാധന രംഗത്താകട്ടെ, എഴുത്തിൻ്റെ രംഗത്താകട്ടെ, അപ്പോൾ പലപ്പോഴും പ്രസംഗ രംഗത്തുള്ളവരെ എല്ലാവരും അറിയും, അവരെല്ലാവരും കാണുന്നുണ്ട്, പോസ്റ്ററുകൾ ഉണ്ടാവും, ബാനർ ഉണ്ടാവും, വീഡിയോകളുണ്ടാവും. എഴുത്തിൻ്റെ രംഗത്തും ഇതുപോലുള്ള സേവനം തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല പ്രസംഗകർക്കുള്ള പോയിന്റുകൾ വരെ എഴുത്തുകാരുടെ എഴുത്തുകളിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ ഇവരെ ആരും കാണുന്നില്ല, കാണാൻ വേണ്ടി ചെയ്യുന്നതല്ല. എങ്കിലും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഒരു എഴുത്തിൻ്റെ രംഗത്ത് എത്തിപ്പെടാനുള്ള ഒരു, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലത്, എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കും. ഈ പറഞ്ഞ പോലെ എഴുത്തുകാരെ ഇപ്പോൾ പിന്നെ ഉസ്മാൻ പാലക്കാഴി എന്ന പേരിൽ പിന്നെ ഒരു അപരനൊക്കെ കുറേ മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ ഉസ്മാൻ പാലക്കാഴി അറിഞ്ഞുകൊണ്ട് ഒരു അറബി കോളേജിൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞിടന്നൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പാലക്കാഴിയിലുള്ള ആളാണോ? പാലക്കാഴിയിലല്ല, നിങ്ങളൊക്കെ ഭാഗത്ത് വരുന്ന ഒരാൾ. ഏതായാലും അങ്ങനെ എഴുത്തുരംഗത്തേക്ക് വന്നത് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കുത്തിക്കുറിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കവിതകൾ കുത്തിക്കുറിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ക്ലാസ്സിലെ കയ്യെഴുത്ത് മാഗസിൻ്റെ എഡിറ്ററാക്കി എന്നെ നിശ്ചയിച്ചപ്പോഴാണ് കൂടുതൽ ഇതിനോട് താല്പര്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴുള്ള ആഗ്രഹം ഒരു എഡിറ്ററാവുക എന്നുള്ളതായിരുന്നു. മനസ്സിൽ വലിയ താല്പര്യമായിരുന്നു എഡിറ്ററാവുക എന്നുള്ളത്. അങ്ങനെ മണ്ണാർക്കാട് കല്ലടി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടുത്തെ കോളേജ് മാഗസീനിൽ പിന്നെ കഥ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടവണ ജാമിയ നദിവിയിൽ ചേർന്നു. നേരെ അങ്ങോട്ട് മാറി പ്രീ ഡിഗ്രിയിൽ അവസാനിപ്പിച്ച് അത് സെക്കൻഡ് ഗ്രൂപ്പ് നിർത്തത്. അപ്പോൾ അത് 1-2 വിഷയം പോയി. പിന്നെ വീണ്ടും ഏതാണെങ്കിൽ പിന്നെ പ്രാക്ടിക്കൽ ഉള്ള ട്യൂട്ടോറിയൽ കൂടുതലൊക്കെ പഠിച്ചിട്ട് വേണം. ഒക്കെ സാമ്പത്തിക വലിയ പ്രശ്നമുള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് അത് വിട്ട് നേരെ ജാമ്യ ചെന്ന് അവിടെ നിന്നും പല മത്സരങ്ങളുണ്ടാകുമ്പോൾ അതിലെന്ത് ചെയ്യും, കവിതാ മത്സരം മറ്റൊക്കെ പങ്കെടുക്കും. അങ്ങനെ അവിടെ വെച്ചാണ് കൂടുതൽ എഴുത്ത് രംഗത്തേക്ക് താല്പര്യം വന്നത്. പിന്നെ ആദ്യമായി കവിത പ്രസിദ്ധീകരിച്ചത് ഇഖ്റ മാസികയിലാണ്. അന്ന് MSMൻ്റെ ഒരു മുഖപത്രം ഉണ്ടായിരുന്നു, ഇഖ്റ. പിന്നെ കുറച്ച് കട്ടി കുറഞ്ഞ ഒരു ചെറുതാണെങ്കിലും ഇന്നത്തെ നേർപ്പദം അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രിക വീക്കിലിയിൽ പിന്നെ ഒരു കവിത വന്നു, അമ്മയും മകനും എന്ന് പറഞ്ഞ കവിത വന്നു. അത് പിന്നെ പല ഭാഗത്തുനിന്നും ഒരു പ്രചോദനം നൽകുന്ന രൂപത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ആ വിഷയത്തിൽ വന്നു. അവിടെ നിന്നിട്ടാണ് പിന്നെ നിരന്തരമായിട്ട് എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ മനസ്സിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു, പിന്നെ 2001 സ്നേഹസംവാദം മാസികയുടെ എഡിറ്ററായി ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. ആ സ്വപ്നത്തിലേക്ക് അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു ജോലി പ്രവേശിക്കുന്ന അവിടെയാണ് ഇപ്പോൾ. അതെ, അന്ന് ഞാൻ പിന്നെ ബാംഗ്ലൂർ സ്ലൈസ് സെൻറ്ററിൽ പിന്നെ ജോലി ചെയ്യാം. അത് ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ പുതിയൊരു സെൻറ്റർ തുടങ്ങി. അവിടെ 4 മാസം ആയ സമയത്താണ് അക്ബർ ഖാൻ്റെ ഒരു കോൾ വന്നത്, ഇങ്ങനെയൊരു പോസ്റ്റുണ്ട്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, മനസ്സിൽ താല്പര്യം ആഗ്രഹം എന്താണോ അതിലേക്ക് വിളി വന്നു. അങ്ങനെ പോയി 7 വർഷത്തോളം അതിൻ്റെ 6.5 വർഷം സ്നേഹസംവാദത്തിൻ്റെ എഡിറ്ററായി വർക്ക് ചെയ്തു. പിന്നെ സമകാലിക മലയാളത്തിലടക്കം ഒരുപാട് പൊതു ഇതിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സ്കൂൾ കാലഘട്ടം തന്നെയാണ്. ശരി, ടീച്ചേഴ്സ് താങ്കളിലുള്ള ആ ഒരു കഴിവിനെ കണ്ടെത്തി എന്ന് പറയാനല്ലേ? അതെ, അങ്ങനെ ഒരുപാട് ആളുകൾ, അധ്യാപകരായാലും നമ്മുടെ സംഘടനയുടെ ഒരു വിങ് ആയാലും ഒക്കെ നമ്മുടെ കഴിവുകളെ പോഷിപ്പിക്കാൻ, ഇപ്പോൾ സംഘടന വഴിയൊക്കെ ഒരുപാട് കഴിവുകൾ നമുക്ക് ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ
ഒരു സംഘടന തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും. പിന്നെ ആദ്യമായി ഒരു പ്രതിഫലം ലഭിച്ചത് പിന്നെ സമകാലിക മലയാളത്തിൽ എന്നാണ്. അതിൽ പിന്നെ ഇടതുപക്ഷ ഹിന്ദുത്വത്തെ സംബന്ധിച്ചൊരു ലേഖനം എഴുതി. പണ്ടത്തെ ബ്രാഹ്മിൻ ബോയ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇടതുപക്ഷത്തിനൊരു ഹൈന്ദവ ചുവള്ളൊരു ഒരു സെറ്റപ്പ്, ഇടതുപക്ഷ ഹിന്ദുത്വം. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം എഴുതി. അതിന് മറുപടി എഴുതിയത് മറ്റേ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. അതിന് സമകാലിക മലയാളത്തിൽ എനിക്ക് മറുപടി എഴുതി. അതിൽ മതമൗലികവാദം ഇടതുപക്ഷത്തെ വായിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയ മറുപടി. അപ്പോൾ അത് വന്ന ഉടനെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, മറുപടി എഴുതാൻ തയ്യാറായി. ഈ പിന്നെ ആർവി ബാബുവാണ് മലയാളത്തിൻ്റെ എഡിറ്റർ, മൂപ്പര് വിളിച്ചാണ് ഇതിനെ മറുപടി എഴുതാണ്. മൂപ്പര് ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്ത് മറുപടി. ഇപ്പോൾ കാണുന്ന ആർവി ബാബു ആണോ സംഘ്? അല്ലല്ല ഞാൻ ഇനീഷ്യൽ മാറി എനിക്കറിയാം, ഒരു ബാബുവാണ് അന്നത്തെ ആൾ. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്ത് അവസാനിപ്പിച്ചു, മറുപടി കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താങ്കളുടെ ആ ലേഖനം ഒന്നും കൂടി പ്രസിദ്ധീകരിക്കേണ്ട ഒരു ഹിന്ദുത്വ അത്രയും ഇടതുപക്ഷത്തിൽ പക്ഷെ അതിൻ്റെ കാണാൻ അതിൻ്റെ കോപ്പി കാണാനില്ല. അപ്പോൾ അതിനൊരു 500 രൂപ അവരെന്ത് ചെയ്തു, ചെക്ക് അയച്ചു തന്നു. അതാണ് ആദ്യമായിട്ട് ഇതിൽ കിട്ടിയ ഒരു പ്രതിഫലം. നമ്മളിനി നേർപ്പദത്തിൻ്റെ ഒരു കണ്ടന്റിലേക്ക് വരാം. നേർപ്പദത്തിനെ പറ്റി ഒന്ന് പറയണം. അതിലുള്ള കണ്ടന്റുകൾ ഇപ്പോൾ ആദ്യമായി ഇതൊന്ന് വായിച്ചു കിട്ടാനാണ് ഒരു പ്രയാസം. ഇത് വായിച്ചു കഴിഞ്ഞ ഒരാൾ അടുത്ത ലക്കങ്ങളും മുൻ ലക്കങ്ങളൊക്കെ തേടിപ്പിടിച്ച് വായിക്കും. അത്രയും കണ്ടന്റുകൾ അതിലുണ്ട്. അപ്പോൾ അത് നേർപ്പദത്തിനെ പറ്റിയും അതിൻ്റെ കണ്ടന്റുകളെ കുറിച്ചും ലേഖകരെ കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞാൽ. നേർപ്പദം എന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു മുഖപത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ 2017 ജനുവരി മുതൽക്കാണ് അത് തുടങ്ങി വെച്ചത്. 8 വർഷം പൂർത്തിയായി, 9ാമത്തെ വർഷത്തിലേക്ക് മറ്റന്നാൾ കിടക്കും. 2017 ജനുവരി 1 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു മുഖപത്രം എന്ന രൂപത്തിൽ. കാരണം വേറെ പ്രസിദ്ധീകരണമൊന്നും ഈ സംഘടനക്കല്ല, ഇത് മാത്രമേ ഉള്ളൂ. അത് ഏതൊരു സംഘടനക്കും തങ്ങളുടെ ആദർശങ്ങളും ആശയങ്ങളും ജനങ്ങളോട് പറയണമെങ്കിൽ ഒരു മുഖപത്രം അത് ആവശ്യമാണ്. ആ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് നേതാക്കന്മാർ ഇങ്ങനൊന്നിന് തുടക്കം കുറിച്ചത്. അത് വീക്കിലി ആവണോ, ദൈവാരികമാകണോ, മാസികമാകണോ ചർച്ച കൂലങ്കഷമായി നടത്തുന്നതിന് ശേഷമാണ് വീക്കിലി തന്നെ ആവണം. കാരണം ഓരോരോ ഘട്ടത്തിലും വരുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ജനങ്ങളെ അറിയിക്കണമെങ്കിൽ വീക്കിലി ആവണം. ദിനപത്രം ആവണം, പക്ഷെ അത് നമുക്ക് സാധിക്കുമല്ലോ പെട്ടെന്ന്. ആ വീക്കിലെങ്കിലും ആയാലാണ് എന്താ നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സംഭവം നടന്ന് 2 ആഴ്ച 1 മാസം കഴിഞ്ഞതിന് ശേഷം പ്രാധാന്യം നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെയാണ് ഇത് വീക്കിലി എന്ന രൂപത്തിൽ തീരുമാനമെടുത്ത് ഇപ്പോൾ 414 കോപ്പി ഇഷ്യൂകൾ പുറത്തിറങ്ങി. ഒരു ഇഷ്യൂ പോലും മുടങ്ങാതെ 414 പുറത്തിറങ്ങി. 415ാമത്തെ ഇഷ്യൂവിൻ്റെ വർക്കിലാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേജുകളില്ല, കുറച്ച് പേജുകളുള്ളൂ, ഒതുക്കുള്ളതാണ്. പിന്നെ ചില ആളുകൾ, വായിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇത് പേജ് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നു. താല്പര്യമില്ലാത്ത ആളുകൾ ഇതന്നെ വീക്കിലി മാറിയിട്ട് മാസികാക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. സത്യത്തിൽ പിന്നെ വായിക്കാനുള്ള താല്പര്യം ഇല്ലായ്മയാണ് പലരും എന്ത് ചെയ്യണത്, ഇങ്ങനെ ഇത് വീക്കിലി എന്നുള്ളത് മാറ്റിയിട്ട് മാസികാക്കിക്കൂടെ, ഇതൊന്നും വായിച്ചെത്തുന്നില്ല. ഒരാഴ്ച കിട്ടിയത് വായിക്കുമ്പോഴേക്കും അടുത്തത് വരികയാണ്. അങ്ങനെ പറയുന്ന ആളുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് വായിക്കാൻ താല്പര്യമില്ല. കാരണം 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ കൊണ്ട് വായിച്ച് തീർക്കാവുന്ന ഒന്നാണ്. ഒരു ദിവസം തന്നെ 3-4 മണിക്കൂർ വാട്സപ്പിലും ഫേസ്ബുക്കിലും ചിലവഴിക്കുന്ന ആളുകൾക്ക് ഈ നേർപ്പദം ഒരു 1.5 മണിക്കൂർ ഒരാഴ്ചയിൽ വായിക്കാൻ സമയമില്ല എന്നുള്ള ആരോപണം എന്താണ്? സത്യത്തിൽ വായിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നേർപ്പദത്തിൻ്റെ സവിശേഷത എന്നത്, ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാമിക സംഘടനകൾക്ക് ഡസൺ കണക്കിന് പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒരു സംഘടനക്ക് തന്നെ 4-5 തോതിൽ എത്രയോ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണെന്ത്,
നേർപ്പദം. കാരണം അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിക്കൊണ്ട് പ്രമാണബദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ആരെങ്കിലും ഇപ്പോൾ സംഘടനയിൽ ആരെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് അവരെ വലുതാക്കി കാണിച്ച് അവരൊരു ഗോഡ് ഫാദറായി ചിത്രീകരിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന പരിപാടിയില്ല. ഒരാളുടെ ഫേസ് നമ്മൾ കാണിക്കുന്നില്ല, മറിച്ച് ആദർശം അത് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമ്മളതിലേതൊരു ലേഖനമാവട്ടെ മറ്റ് രചനകളാവട്ടെ എല്ലാം കൊടുക്കുന്ന സമയത്ത് അത് 100% എന്താണ് ഇസ്ലാമികമാണ്, പ്രമാണബദ്ധമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇതിൽ കൊടുക്കാറുള്ളത്. സംശയമുള്ളത് നമ്മൾ മാറ്റിവെക്കും. ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക്തി എന്നുള്ളത് കവർ സ്റ്റോറിയാണ്. ഓരോ ആഴ്ചയിലും ലോകത്ത് നടക്കുന്ന, നമ്മുടെ നാട്ടിലെ ലോകത്തോ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ ആസ്പദമാക്കി എഴുതുന്നതാണ് മിക്കവാറും. അപൂർവമായിട്ട് മറ്റു മതപരമായ വിഷയങ്ങൾ വരും. പക്ഷെ പൊതുവായിക്കൊണ്ട് എന്താണ് സമകാലിക വിഷയങ്ങളിലാണ് കവർ സ്റ്റോറി എഴുതാറുള്ളത്. പ്രഗത്ഭരായ സുഫിയാൻ അബ്ദുസലാമിനെ പോലുള്ള, മുജീബ് ഒട്ടുമിനെ പോലുള്ള കൃത്യമായിക്കൊണ്ട് ആഴത്തിൽ പഠിച്ചറിഞ്ഞ് എഴുതുന്ന ആളുകളാണ് അത് എഴുതാറുള്ളത്. അപ്പോൾ ആ ഓരോ വിഷയത്തിലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ജനങ്ങളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കും. അത് വായിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ശരിക്കും പ്രമാണബദ്ധമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ സവിശേഷത. ഇത് നമ്മളല്ലാത്ത ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കവർ സ്റ്റോറികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം നിങ്ങൾ എഴുതുന്ന എന്താണ് കൃത്യമായിക്കൊണ്ടും അത് പ്രമാണബദ്ധമാണ്, വസ്തുതയുള്ളതാണ്. ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടിയോ മറ്റോ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സത്യം മൂടി വെക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മളല്ലാത്ത വായനക്കാർ പോലും പങ്കുവെക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാനമുണ്ട്, തഫ്സീർ സഅദീനെ അടിസ്ഥാനമാക്കിയുള്ളത്. പിന്നെ സ്ത്രീകൾക്കുള്ള വനിതാ പങ്ക്തിയുണ്ട്, ബാലപങ്ക്തിയുണ്ട്, നിയമപദം, ആരോഗ്യപദം. ഇങ്ങനെ ഏതേത് മേഖലകളാണോ നമുക്ക് ആവശ്യമുള്ളത് ഒക്കെ ചെറിയ ക്യാപ്സുകൾ 1 പേജ് 2 പേജൊക്കെയായി കൊടുക്കുമ്പോൾ എന്താണ് ആളുകൾക്ക് പെട്ടെന്ന് വായിക്കാനും പറ്റും. അപ്പം നിയമപദം അല്ലെങ്കിൽ ആരോഗ്യപദം എന്നുള്ള പങ്ക്തികളൊന്നും സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒന്നിൽ നമ്മൾ കാണാറില്ല. നിയമപദം ഞാനിതിൽ ഇതുവരെ ഒന്നിലും കണ്ടിട്ടില്ല. എത്രയോ ലക്കങ്ങൾ തുടർച്ചയായിക്കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു അവബോധം ഉണ്ടാക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തുണ്ട് ഇതിലൂടെ പകർന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആരോഗ്യപരമായ വിഷയങ്ങളുള്ള ടിപ്സുകൾ, കുറേ ചെറിയ കാര്യങ്ങൾ ഉമ്മമാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ പങ്ക്തികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത്. ബാലഭക്തിയുണ്ട്, അത് എഴുതി തുടങ്ങുന്ന കുട്ടികൾക്ക് അതെന്ത് ചെയ്യുക ഉപകാരപ്പെടും. അതുപോലെ കുട്ടികൾക്ക് പാട്ടോ കഥയോ പറഞ്ഞു കൊടുക്കണമെങ്കിൽ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അവലംബിച്ചും കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ബാലപ്രസിദ്ധീകരണങ്ങളുണ്ട്. അത് വായിക്കുന്ന കുട്ടികളുടെ എന്താണ് മനസ്സും ചിന്താഗതിയും എന്താണ് വേറെ ദിശയിലേക്ക് മാറിപ്പോകുമ്പോൾ അത് ദൈവനിഷേധത്തിലേക്കോ അല്ലെങ്കിൽ വലിയ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും ശരിയല്ലാത്ത രൂപത്തിലുള്ള ചിന്താഗതികൾ മനസ്സിൽ കുട്ടികൾ ഭീതിയും അക്രമവാസനയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്നുമല്ലാത്ത ഗുണപാഠം ഉൾക്കൊള്ളുന്ന കഥകളും കവിതകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഓരോ ലക്കത്തിലും കുട്ടികൾക്ക് ഇതിലൂടെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ നമ്മളുടെ ഒരു സവിശേഷത പ്രഗത്ഭരായ വലിയ ആളുകൾക്ക് മാത്രം ഇടം കൊടുക്കുന്ന ഒന്നല്ല. എഴുതി തുടങ്ങുന്ന ആളുകളെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരുടെ ആ രചനകൾ പരമാവധി എഡിറ്റ് ചെയ്ത് നന്നാക്കിയിട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അവർക്ക് പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ധാരാളമായി നമുക്ക് രചനകൾ അയച്ചു തരുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് യുവതലമുറയിൽപ്പെട്ട യുവാക്കളെക്കാൾ സ്ത്രീകളാണ് ഈ എഴുത്തിനോട് താല്പര്യം കാണിച്ച് നമുക്ക് രചനകൾ അയച്ചു തരുന്നത്. അവർ ചെറിയതാണെങ്കിലും ഭയങ്കര താല്പര്യമാണ്. അവരുടെ ഒരു രചന കൊടുത്തു കഴിഞ്ഞാൽ, പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തലേക്കാവുമ്പോഴേക്കും അടുത്തത് അയച്ചു തരുന്നത്. അത് അപ്പോൾ നമ്മുടെ പേരിൽ ഒന്ന് ഇറങ്ങുക എന്നുള്ളത് ഒരു രചന അച്ചടിച്ച് കാണുന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ്. അത് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഓൺലൈനായിട്ട് വരുന്നതും ഇത് രണ്ടാണ്. അച്ചടിച്ച ഒന്ന് എനിക്കൊക്കെ അറിയാം, ഞാനൊരു കഥ അല്ലെങ്കിൽ കവിത അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരുന്നവരെ ഭയങ്കര ഒരു വല്ലാത്തൊരു കാത്തിരിപ്പാണ്. പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ ആദ്യത്തെ ഒരു രചന അച്ചടിച്ച് വന്നപ്പോണ്ടല്ലോ, ആദ്യത്തെ ഒരു കുട്ടി ജനിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷമാണ് നമ്മുടെ പേര്
അച്ചടിച്ച് കാണുക എന്നുള്ളത്. അന്ന് അത്രയും താല്പര്യമായിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊക്കെ ആർക്കും എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് ഇങ്ങോട്ട് അച്ചടിച്ച് ഇങ്ങോട്ട് പേര് കാണാൻ പറ്റും. അന്ന് അച്ചടിച്ച പേര് കാണുന്നുള്ള എന്താണ് ഒരു അത്യപൂർവമാണ്. അപ്പോൾ അങ്ങനെ അച്ചടിച്ച് വരുമ്പോൾ അതിങ്ങനെ കാണുക, വായിക്കുക എന്നുള്ളത് വല്ലാത്തൊരു താല്പര്യമുള്ളതാണ്. നമ്മുടേതായ ഒരു സൃഷ്ടി എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഒരു കുട്ടിയെ കാണുന്നത് പോലെ എന്ത് ചെയ്യുന്നു നമ്മൾ അന്ന് കണ്ടിരുന്നു, കാത്തിരുന്നിരുന്നു. അപ്പോൾ ഒന്ന് വരുമ്പോൾ അടുത്തെന്ത് ചെയ്യും, അപ്പോഴേക്കും അടുത്തത് എഴുതും, അയക്കും. എല്ലാതും പ്രസിദ്ധീകരിക്കണം എന്നില്ല. അപ്പോൾ ഇത് നേർപ്പദത്തിലേക്ക് എഴുതുന്ന ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ അയച്ചു തരുന്നതെല്ലാം പ്രസിദ്ധീകരിക്കണമെന്നില്ല. മറിച്ച് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നത് എന്ത് ചെയ്യും, നമ്മൾ അത് പ്രസിദ്ധീകരിക്കണം. പേജിന്റെ പരിമിതിയും കൂടി കണക്കിലെടുത്ത് പ്രസിദ്ധീകരിക്കും. ചിലപ്പോൾ കുറച്ച് നീണ്ടുപോയി എന്ന് വരും. കൂടുതൽ എഡിറ്റിംഗ് വരുന്ന രചനകൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. ഏതായാലും കാരണം അതിന് സാവകാശം വേണ്ടി വരും, പിന്നെ സമയമെടുത്ത് എഡിറ്റ് ചെയ്യേണ്ടി വരും. വലിയ കുഴപ്പമൊന്നുമില്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കൊടുക്കും. ചിലത് കൊടുക്കാൻ പറ്റാത്തതുണ്ടാവും. ഇപ്പോൾ ഒന്നുകിൽ പ്രാമാണികമായ ഒരു സൂക്ഷ്മത കുറവ് കണ്ടേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റാത്ത കണ്ടൻ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മളിത് പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് വശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വാക്കിൽ, ലേഖനത്തിൽ ഒറ്റ വാക്ക് മതി ഒരു പക്ഷേ നേർപ്പദം തന്നെ പൂട്ടിപ്പോയേക്കാം. അത്രയും സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. അപ്പോൾ അത് അറിയാതെ എന്ത് ചെയ്യും, പലരുടെയും എഴുത്തിലുണ്ടാകും. കാരണം അത് മറ്റൊരു എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി തീർക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അത് പ്രഗത്ഭരുടെ ലേഖനമാണെങ്കിൽ പോലും എന്താണ്, അവരാ വികാരത്തിൽ എഴുതുന്നതാണ്, അവരുടെ മനസ്സിലും കാര്യങ്ങൾ മൊത്തം എഴുതുന്നതാണ്. പക്ഷെ അച്ചടിച്ച് വരുമ്പോൾ ഇന്നതേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ആലോചിച്ച് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു പ്രിന്റഡ് ബുക്കിന്റെ ഒരു പ്രിന്റഡ് മാഗസിന്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം ഒരു തെളിവാണല്ലോ എന്നെന്നും. അപ്പോൾ നിയമത്തിന്റെ മുമ്പിലും ഭരണാധികാരികളുടെ മുമ്പിലും ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ പോസ്റ്റ് മുക്കാൻ പറ്റില്ലല്ലോ, കഴിയില്ല. അപ്പോൾ നിയമസഭയിൽ പോലും നേർപ്പദം പൊക്കിപ്പിടിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നേർപ്പദം എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുന്നെന്ന് തന്നെയാണ്. അതിൻ്റെ കണ്ടന്റുകളെ സംബന്ധിച്ചും ഒക്കെ എന്താണ് നല്ല അഭിപ്രായം പ്രഗത്ഭന്മാരായ ആളുകൾക്കും ഉണ്ട് എന്നത് നമ്മുടെ പ്രത്യേകിച്ചും അതിൻ്റെ കവർ സ്റ്റോറികളെ സംബന്ധിച്ച് നല്ല അഭിപ്രായം ആളുകൾക്കിടയിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്നത്തെ സമകാലികം ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം ഒരു നേർപ്പദത്തിലൊരു 100 ലേഖകന്മാരുണ്ടാകട്ടെ എന്ന് നമുക്ക് അതിന് ക്ഷണിക്കണം നമ്മൾ എല്ലാവരും. എഴുത്തുകാർ വളർന്നു വരട്ടെ, പ്രസംഗകരായ ആളുകൾ, പ്രസംഗകർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്, പ്രസ്ഥാനത്തിലുണ്ട്. പക്ഷേ എഴുത്ത് രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ പരിമിതി നമ്മൾ അതിജയിക്കണമെങ്കിൽ ജനങ്ങൾ താല്പര്യമുള്ളവർ എഴുതി തുടങ്ങുക തന്നെ വേണം. ഞാനും ഒരു ലേഖനം അയക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എഴുതാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും എഴുതിയിരിക്കണം. അത് വായിച്ച് പക്ഷെ അയക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി നമ്മുടേതായൊരു എഡിറ്റിംഗ് നടത്തണം. അതിൽ അക്ഷരത്തെറ്റുകളും മറ്റും പരമാവധി അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അയച്ചു തരണം. അപ്പോൾ അതിലെന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കും. ചിലപ്പോൾ അതിൽ ഒരു ആയത്തോ ഹദീസോ കൊടുത്താലും ഒന്നും കൂടി നന്നാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളത് കൊടുക്കും. അങ്ങനെ പരമാവധി ഭംഗിയായിട്ടാണ് അത് കൊടുക്കുക. അപ്പോൾ ഇത് കേൾക്കുന്ന നേർപ്പദത്തിൻ്റെ ഇത് കേൾക്കുന്ന ഈ വോയിസ് കേൾക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, പരമാവധി എഴുതാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം, നമുക്ക് എഴുതി വാട്സപ്പ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു സംസാരം കേട്ട ആളുകൾക്ക് പലപ്പോഴും ഒരു ആവേശം കിട്ടിയിട്ടുണ്ടാവും. ആ തരത്തിലായിരുന്നു നമ്മുടെ ഉസ്മാൻ സാഹിബിൻ്റെ സംസാരം. പല ആളുകൾക്കും ഇപ്പോൾ എഴുതാൻ താല്പര്യമുള്ള ആളുകൾ പക്ഷേ എങ്ങനെ ചെയ്യുമെന്നൊന്നും അറിയാത്ത പല ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തീർച്ചയായും ഈ ഒരു പീസ് റേഡിയോയിലെ ഈ സമകാലികത്തിൽ ഒരു വളരെ ആവേശം കിട്ടിയിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലേഖനങ്ങൾ അയക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ പറയുന്ന ഈ ഒരു നമ്പറിലേക്കാണ് ലേഖനങ്ങൾ അയക്കേണ്ടത്. നമ്പർ ഒന്ന്, എൻ്റെ നമ്പർ നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. 96 56 29 2244. ഒന്നുകൂടി ആവർത്തി. 9656292244. 96 56 29 22 44 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അത് പിന്നെ എഴുതി ഫോട്ടോ എടുത്ത് അയക്കരുത്. കാരണം അത് നമുക്ക് വായിക്കാൻ കിട്ടൂല, അത് പ്രിൻ്റ് എടുക്കണം, വലിയ പ്രയാസമാണ്. അപ്പോൾ അത് എഴുതി അയച്ചാൽ മതി. വോയിസ് ടൈപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്. വോയിസ് ടൈപ്പ് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം. കാര്യം ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ അശ്ലീല വാക്കുകളായിരിക്കും നമ്മൾ പറയുമ്പോൾ അതിൽ ഹൈ വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകർ പലതരത്തിലുണ്ടാവും. അപ്പോൾ ഏത് തരത്തിലുള്ള ലേഖനങ്ങൾ, ഇപ്പോൾ ബാലഭക്തി ആണെങ്കിലും ഏത് രീതിയിലുള്ള ലേഖനങ്ങളും അവർക്ക് അയക്കാം. ആരോഗ്യപദം, നിയമപദം, ബാലപദം, അങ്ങനെ ഓരോ വ്യത്യസ്ത പങ്ക്തികൾ, അവരുടെ കവിതാ രചനകളാണെങ്കിലും കവിത, കഥ. അപ്പോൾ വന്ന ഒരു ലേഖനത്തെ സംബന്ധിച്ചുള്ള പ്രതികരണമാണെങ്കിൽ പോലും തീർച്ചയായും പ്രതികരണങ്ങൾ ആവശ്യമാണ്. നന്നായി എന്ന് പറയാം, മോശമായി എന്ന് പറയാം, നല്ല ഒരു വിലയിരുത്തൽ. അത് പുകഴ്ത്തിക്കൊണ്ട് പറയണമെന്നില്ല. നമുക്ക് കൂടുതൽ നന്നാക്കി മുന്നോട്ട് പോകണമെങ്കിൽ വിമർശനാത്മകമായ ഒരു കുറിപ്പ് കിട്ടിയാൽ നമ്മളത് കൊടുക്കും തീർച്ചയായിട്ടും. നമ്മുടെ നേർപ്പദം പ്രസിദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 9ാമത്തെ വർഷം പൂർത്തിയാകുകയാണ്. അപ്പം അതിൻ്റെ പ്രചാരണ കാലം വളരെ സജീവമായി നടക്കുകയാണ്. അതിൻ്റെ ഏരിയ കൺവെൻഷനുകൾ നടന്നു, മണ്ഡലം തലങ്ങളിലും ശാഖാതലങ്ങളിലും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഇത്രയും കാലത്തെ പ്രസിദ്ധീകരണ അനുഭവത്തിൽ, നേർപ്പദം പ്രസിദ്ധീകരണ അനുഭവത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം ആകട്ടെ, അങ്ങനെ എന്തെങ്കിലും വളരെ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യും. ഇതിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തോന്നുന്നുണ്ട്, ഇത് വായിച്ചിട്ട് പ്രതികരണം അറിയിച്ചതിൽ ആലുവയിൽ ഒരു പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് നേർപ്പദം വായിച്ചിട്ട് അത് വല്ലാതെ പറ്റിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചത് KPCC സെക്രട്ടറിമാരിൽ ഒരാളായ ഒരു ആളാണ്. എനിക്ക് അദ്ദേഹത്തെ പേരെനിക്ക് ഓർമ്മയില്ല. ഞാൻ KPCCയുടെ സെക്രട്ടറിമാരിൽപ്പെട്ട ഒരാളാണ്. ആലുവയിലെ പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് എനിക്കത് കിട്ടി, നിങ്ങൾ നേർപ്പദം കിട്ടി, വളരെ ഭംഗിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കണ്ടൻറ്റിനെ അടക്കം എടുത്ത് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഒരു കൊല്ലം അയാൾക്ക് എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. അത്തരം ആളുകളിലേക്കൊക്കെ ഇത് എത്തിപ്പെടുമ്പോൾ ഇപ്പോൾ അവിടെ പബ്ലിക് ലൈബ്രറിയിലേക്ക് ഇത് സ്പോൺസർ ചെയ്ത ആളുകൾ ഉണ്ടാവും. നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കുക, സ്വന്തമായിട്ട് ഇത് വായിക്കാൻ വേണ്ടി ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള കേന്ദ്രങ്ങൾ, ഇപ്പോൾ സ്കൂളുകൾ, അതേപോലുള്ള ലൈബ്രറികൾ, വായനാശാലകൾ, കമ്മ്യൂണിറ്റി സെൻ്ററുകളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ സ്പോൺസർ ചെയ്യാൻ വന്നു പോകുന്ന ആളുകൾ ഒന്ന് കണ്ടൊന്ന് മറിച്ചു നോക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വായനക്കാരായി മാറും. അതുപോലെ തന്നെ അതിനെ വരിക്കാരായി മാറും ചെയ്യും. അപ്പോൾ ആർക്കാണത് പെട്ടെന്ന് എന്ത് ചെയ്യുക, ആകർഷിക്കപ്പെടാൻ, ആരാണ് അതിൽ ആകർഷിക്കപ്പെടാൻ നമുക്കറിയില്ല. ചില ആളുകൾ ഒരുപാട് പ്രസിദ്ധീകരണം ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഇടയിൽ പെട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് കാണുമ്പോൾ, അപ്പോൾ ആദ്യം അത് തുടക്കത്തിലാണ്, അപ്പോൾ ആദ്യമായിട്ട് നേർപ്പദം എന്നുള്ള പേരിന് അദ്ദേഹം കേൾക്കുന്നത്. അത് മറിച്ച് നോക്കിയപ്പോൾ അതിലെ കവർ സ്റ്റോറി, അത് എനിക്ക് ഓർമ്മയില്ല എന്താണെന്നില്ല, ആ കവർ സ്റ്റോറിനെ കുറിച്ച് പ്രത്യേകം അദ്ദേഹം എന്ത് ചെയ്തു, നന്നാക്കി പറയുകയും ചെയ്തു. അപ്പോൾ നമ്മളെ പ്രചാരണം നടക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് വരിക്കാരാവാൻ പറ്റും. നമ്മൾ ക്യാഷ് ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യാം, അഡ്രസ്സ് നമ്മൾ തന്നെ അടിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വരിക്കാരായി മാറും. മറ്റേത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിപ്റ്റ് മുഖേന അയച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ, അഡ്രസ്സിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ സുബീദ കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹസംഭവത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സുബീദ കോട്ടക്കൽ ഗൾഫിൽ നിന്ന് ഒരാൾ അഡ്രസ്സ് അയച്ചെന്നാണ്. നമ്മളെങ്ങനെയാണ് അവർക്ക് അത് മാത്രം PT ഉഷ എന്നൊക്കെ പറയുന്ന പോലെ PT ഉഷ ഇന്ത്യ ഇതേപോലെ. അപ്പോൾ അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യും, നമുക്ക് കഴിയില്ല അയച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് വരും, കിട്ടിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചേർക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അഡ്രസ്സ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണത്, ഫില്ല് ചെയ്ത് അയക്കുന്നത്, നമ്മൾ തന്നെ ക്യാഷ് അയക്കുന്നു, അപ്പം തന്നെ റെസീറ്റ് കിട്ടുന്നു. അങ്ങനെ സംവിധാനമുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ പരമാവധി ഇതിൻ്റെ വരിക്കാരാവുക. നമുക്ക് തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സംഘടനാപരമായ വ്യത്യാസങ്ങളൊക്കെ മറക്കാൻ. ഇതിൽ പഠിപ്പിക്കുന്നത് നമ്മൾ ജനങ്ങൾക്ക് ഇതിലൂടെ പകർന്നു കൊടുക്കുന്നത് എന്താണ്, ഇസ്ലാമികവും അല്ലാത്തതുമായ ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിടുന്ന ഒരുപാട് കാര്യങ്ങളാണ്. പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ വരിക്കാരാവണം. ഇനി വരിക്കാരാവാൻ പ്രയാസം, ഓൺലൈനായിട്ട് വരിക്കാരാൻ പ്രയാസമുള്ള ആളുകൾ ഞാൻ പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ നമ്പർ പറയാം: 92-079-65-244. ഇതിപ്പോൾ നമുക്ക് നേർപ്പദം വരിക്കാരാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി. വാട്സപ്പും ചെയ്യാല്ലേ, ഇങ്ങനെ ഇന്ന ആളാണ്, എനിക്ക്
പിന്നെ ചേരാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനുള്ള മാർഗം എന്താണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യും അവർ പറഞ്ഞു തരും. അതിലൊന്ന് മെസ്സേജ്, ജസ്റ്റ് ഒരു മെസ്സേജ്, ഒരു മെസ്സേജ്, ഈ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഒന്നും കൂടി പറയാം, 9207655244. നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ പലർക്കും വായനയോടുള്ള ഒരു മടിയുണ്ട്, സമയമല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ സമയം, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. വെറുതെ സ്ക്രോൾ ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് വായിക്കണം എന്ന ഒരു വിചാരമുണ്ട്, പക്ഷേ സമയമില്ല എന്നുള്ളൊരു തോന്നലാണ്. അത്തരക്കാർക്ക് വായിക്കാനുള്ള ചില ടിപ്സ് ഒന്ന്. വായിക്കാൻ ടിപ്സൊന്നും സത്യത്തിലില്ല, മനസ്ഥിതി മാറുക എന്നുള്ളതാണ്. അതായത് എനിക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്ന ഒരു മനസ്ഥിതി ആദ്യം വേണം. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊന്നല്ല. ചെറുപ്പം മുതലേ താല്പര്യമുണ്ടോ എങ്കിലും എന്ത് ചെയ്യും, ഇത് പിന്നെ വായിക്കും. ചെറുപ്പം മുതലേ വായിച്ച് ശീലമില്ലാത്ത ആളുകൾ ഇത് വായിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളത്. അപ്പോൾ എനിക്കിത് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് വായനാശീലം പകർന്ന് കൊടുക്കൽ നിർബന്ധമാണ്. അത് സ്കൂളിലെ പുസ്തകങ്ങളിൻ്റെ അപ്പുറമുള്ള പിന്നെ അവരുടെ വ്യക്തിത്വം വികസിക്കാൻ ആവശ്യമായ, മതപരമായ അറിവ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ, സിലബസിന് പുറത്തു നിന്നുള്ള പുസ്തകങ്ങൾ നിർബന്ധമായും അവരെ കൊണ്ട് വായിപ്പിക്കണം. അത് ആ വായനാശീലം കുട്ടിക്കാലം മുതൽക്കേ പിന്നെ നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരു നേർപ്പതല്ല, 2 നേർപ്പത്, 5 നേർപ്പത് ഇറങ്ങിയാലും അല്ല അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ മാസത്തിലും ആഴ്ചയിലും വാങ്ങി വായിക്കാൻ പറ്റും. ആ ശീലമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഇത് അവഗണിക്കുന്നത്. അപ്പോൾ മറ്റു ടിപ്സൊന്നുമില്ല, അവനവൻ്റെ അറിവ് വർദ്ധിപ്പിക്കുക, അല്ലേ? വഖുൽ റബ്ബി സിദ്നി ഇൽമ, എനിക്ക് അറിവ് വർദ്ധിപ്പിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെ അറിവ് വർദ്ധിക്കാനുള്ള മാർഗങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വായന. അപ്പോൾ അറിവുണ്ടാകാൻ ഒരുപാട് ഉപാധികളുണ്ട്. കണ്ടറിയാം, കേട്ടറിയാം, കൊണ്ടറിയാം, ഒക്കെ അറിവ് പല രൂപത്തിലുമുണ്ട്. പക്ഷേ വായിച്ചുള്ള അറിവ് അത് വിശാലമാണ്. അതിലൂടെ കിട്ടുന്ന അറിവ് മറ്റുള്ള അറിവിനേക്കാൾ ഒരുപാട് ആർജിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ കൈകളിലെല്ലാം നമ്മുടെ ഒരു ഗുരുനാഥനാണ് ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ. സാധാ ഗുരുനാഥനല്ല. എല്ലാ ഗുരുനാഥന്മാരെയും നമ്മൾ പോയി കണ്ട് ചോദിക്കുമ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് സമീപിക്കാവുന്ന ഒരു ഗുരുനാഥനാണ് എന്ത്, പുസ്തകം. നമ്മുടെ സമയം, നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് അറിവ് പകർന്നിരുന്ന ഒരു ഗുരുവാണ് പുസ്തകം. രാത്രി 10 മണിക്കാണോ വായിക്കാൻ സമയം, അപ്പോൾ വായിക്കാം. രാവിലെയാണോ, അപ്പോൾ വായിക്കാം. പക്ഷേ ഏത് സമയത്ത് സമീപിക്കാം. മറ്റൊരു ഗുരുനാഥനെ നേരിട്ട് എന്ന് കാണുമ്പോൾ അയാളുടെ സമയവും സൗകര്യമൊക്കെ നമുക്ക് ചോദിച്ച് പിന്നെ അതിനനുസരിച്ച് വേണം ഇവിടെ. ഇപ്പോൾ ഓൺലൈൻ വായനയാണെങ്കിൽ തന്നെ നെറ്റ് വേണം, പല തടസ്സങ്ങളുണ്ട്. ഇത് നമുക്ക് എപ്പോഴാണോ നല്ലൊരു മനസ്സ് വായിക്കാൻ തോന്നുന്നത് ആ സമയത്ത് വായിക്കാം. നേർപ്പതായിക്കോട്ടെ, പിന്നെ ഏതുമാകട്ടെ, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു വായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഏത് സമയത്തും ഒരു പുസ്തകം നമ്മുടെ, ഇപ്പോൾ ചില ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഏത് സമയത്തും അവരുടെ ബാഗിൽ ഒരു ബുക്കുണ്ട്. അപ്പോൾ എൻ്റെ അമ്മായിൻ്റെ ഹസ്ബൻഡ് KP സക്കേരിയ, എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പുസ്തകമുണ്ട്. പല ആളുകളെയും കണ്ടിട്ടുണ്ട്, ഒരു ഉദാഹരണമായിട്ട് ഒരു പേര് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എപ്പോഴും ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു പുസ്തകം സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ വീട്ടിലെ ലൈബ്രറിയിൽ നിന്നോ എടുത്തിട്ട് ബാഗിൽ വെക്കും. എപ്പോഴാണ് വായിക്കാൻ തോന്നുന്നത്, ഇപ്പോൾ ചിലപ്പോൾ ട്രെയിൻ യാത്രയായിരിക്കും, നമുക്ക് ബോറടിക്കും, നമുക്ക് വായിക്കാം. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കാം. ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു വായിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടോ അവൻ്റെ കയ്യിൽ, വായിക്കാനൊരു പുസ്തകം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും ഒക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായനയിലേക്ക് മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് നമുക്ക് ഈ ലോകത്ത് കഴിഞ്ഞു അതിൻ്റെ കാര്യം, ഒരു നിമിഷികമായ ആസ്വാദനം. പലപ്പോഴും വേണ്ടാധീനങ്ങളാണ് ഇന്നത്തെ നോവലുകളിലും ഒക്കെ ഉള്ളത്. നമുക്കൊരു കുട്ടിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. എന്നാൽ നേർപ്പദം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് നിലനിൽക്കുന്ന ഒരു വിജ്ഞാനമാണ്. അതിലൂടെ മതപരമായ അറിവ് നമുക്ക് ആർജിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വ്യക്തിത്വം, സ്വഭാവം, സംസ്കാരം ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വായന നമുക്ക് നല്ല പദസമ്പത്ത് നൽകും. പ്രധാനപ്പെട്ട ഒന്ന് അതാണ്. നമുക്കൊരു കയറി നിന്ന് 2 വാക്ക് പറയാനോ 4 വാക്ക് എഴുതാനോ സാധിക്കണമെങ്കിൽ പദസമ്പത്ത് വേണം.
നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ പിന്നെ ഇപ്പോൾ അവിടെ എന്ത് വാക്കാണ് ഉപയോഗിക്കുക, നമുക്ക് ഒരു പ്രതിസന്ധി നേരിടും. നല്ല വായന ഉണ്ടോ അവർക്ക് ആ പ്രതിസന്ധി ഉണ്ടാവില്ല. എനിക്ക് കിട്ടിയ ആകെയുള്ള മെച്ചതാണ്. ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ മലയാളം 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ആളാണ് ഞാൻ, പിന്നെ മലയാളം പഠിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരുപാട് വായന കുട്ടിക്കാലത്ത് ചുറ്റുവട്ടത്തുള്ള പല ലൈബ്രറികളിലും 8ൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ പല ലൈബ്രറികളിലും അംഗത്വം എടുത്ത് 10 പൈസയ്ക്ക് ഇത് കൊടുത്തിട്ടും മെമ്പർഷിപ്പോ മറ്റെടുത്തിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ പരമാവധി പുസ്തകങ്ങൾ, അന്ന് ഇസ്ലാമികൊന്നല്ല, നോവലുകൾ, പ്രത്യേകിച്ച് ഡിറ്റക്റ്റീവ് നോവലുടെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. കോട്ടയം പുഷ്പനാഥിൻ്റെ, തോമസ് ത്യാമ്പാട്ടിൻ്റെ ഒക്കെ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചിങ്ങനെ അതിന് എന്നിട്ട് നമ്മളെന്നെ ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചൊന്നുമല്ല. അത്രയും നല്ല, പക്ഷെ അതിലൂടെ നമുക്ക് കിട്ടിയത് എന്താണ്, നമ്മുടെ ഭാഷയാണ്. എഴുതാനുള്ള കഴിവ് നമുക്ക് അതിലൂടെ ആർജിക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഇപ്പം നമുക്ക് അതുകൊണ്ടുള്ള ലൈബ്രറികൾ, അങ്ങനെ ചില സേവനം. ഇപ്പോൾ ചുങ്കത്തറയിലെ യങ് മെൻസ് ലൈബ്രറി ഒരുപാട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചാൽ അങ്ങനെയൊരു മെച്ചം കൂടിയുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടികളെ ഒരു വായിപ്പിച്ച് ഇങ്ങനെ ശീലിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് അല്ലേ. ഇപ്പോൾ മദ്രസയിലെ കുട്ടികൾ, ഇപ്പോൾ ഇന്നലെ 4ാം ക്ലാസ്സിലെ കുട്ടി മദ്രസയിൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് ഇരിക്കുക, അവനൊന്നും മലയാളം എഴുതാൻ കഴിയില്ല, ഒരു അക്ഷരം എഴുതാൻ കഴിയില്ല. അപ്പോൾ ഈ അവസ്ഥ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ നിരക്ഷരാണ്. സ്കൂളിൽ പഠിക്കുന്നു, 8ലും 9ലും പഠിക്കുന്നു, പക്ഷേ സാക്ഷര കേരളത്തിൽ നിരക്ഷരായ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അതുപോലെ വലിയ അപകടമാണ്. ഒരു വിഷയം ഇതൊന്നും നോക്ക്, എന്താ പഠിക്കുന്നു പറഞ്ഞാൽ ഫോൺ തരും എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ഇത് എവിടുന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളതിലേക്ക് കുട്ടികൾ എത്തുന്നില്ല എന്നുള്ളത് ഒരു നമ്മുടെ ഇപ്പോഴത്തെ വിസ്ഡം സ്റ്റുഡൻസ് ചെറിയ കുട്ടികൾക്കായിട്ട് ഇറക്കുന്ന പല ഇതിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു കളർഫുൾ ആയ അതൊക്കെ വളരെ നല്ല ഉപകാരപ്രദമാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബുക്കുമാണ്, നല്ല കണ്ടന്റാണ്. അപ്പോൾ കുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ ആകർഷിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കൾ കുട്ടികളെ വായിപ്പിക്കണം. സ്കൂളിലെ പുസ്തകമല്ലാത്ത ഇസ്ലാമികമായ നല്ല പുസ്തകങ്ങൾ, നല്ല ഭാഷ ലഭിക്കുന്ന ചെറിയ ബാലസാഹിത്യങ്ങൾ ഉണ്ടാവും, നല്ല സാഹിത്യങ്ങൾ. അത് വായിപ്പിച്ച് വായനാശീലം നിർബന്ധമായിട്ടും വളർത്തണം. എന്നാലേ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുള്ളൂ. ഒരു വാക്ക്, സ്വന്തമായിട്ടൊരു വാക്ക് എഴുതാൻ കഴിയില്ല എന്ന്, അത്രയും പ്രയാസമാണ് ഇന്നത്തെ തലമുറക്കുള്ളത്. അതെ, തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ മാറി നല്ലൊരു നിലയിലേക്ക് എത്തേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ സമയം സമകാലികത്തിൻ്റേത് അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു നമ്മുടെ ബഹുമാനനായ ഉസ്മാൻ പാലക്കാഴി. ജസാക്കുമുല്ലാഹ് ഖൈറ, എല്ലാവിധ നന്ദികളും അറിയിക്കുകയാണ്. തുടർന്നും പീസ് റേഡിയോയുമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.